ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. യാത്രാ വിവരണം തയ്യാറാക്കാം. ഒരു കൊടൈക്കനാൽ യാത്ര. എല്ലാ സ്റ്റുഡൻസും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കൊടൈക്കനാൽ യാത്ര മനസ്സിനെ കോരിത്തരിപ്പിക്കുന്ന പ്രകൃതിയുടെ മനോഹരിതയുടെ വ്യത്യസ്തമായ പുതിയ മുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യാത്ര, അതാണ് കൊടൈക്കനാൽ. ഏതാണ്ട് 1.5 മാസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തതാണ് ഈ യാത്ര. കൊടൈക്കനാലിൽ റിസോർട്ടും യാത്രക്കുള്ള ഇന്നോവയും 1 മാസം മുമ്പ് തന്നെ റെഡിയായി. ഏപ്രിൽ 12-ാം തീയതി അതിരാവിലെ തന്നെ ഏതാണ്ട് 4:30 ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ വെച്ച് പ്രഭാത പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. മൂന്നാർ വഴിയാണ് പോയത്. മൂന്നാറിൻ്റെ ഭംഗി ഞങ്ങൾക്ക് പുതിയ അനുഭവമായിരുന്നു. ഹൈ റേഞ്ചിൽ കൂടിയുള്ള യാത്ര വല്ലാതെ തളർത്തി. തേയിലത്തോട്ട കാഴ്ചകൾ ഞങ്ങൾക്ക് വളരെ രസകരമായി തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഞങ്ങൾ കുറേ അധികം ഫോട്ടോയെടുത്തു. മറയൂരിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചു ഞങ്ങൾ കോവിൽ കടവിലേക്കാണ് പോയത്. അവിടെ മുനിയറ ഉള്ള ഒരു പാറക്കൂട്ടങ്ങൾ ഉണ്ടുപോലും. മുനിയറ പണ്ട് പ്രായമാകുന്നവരെ ആ അറക്കുള്ളിൽ ഉപേക്ഷിച്ചിട്ട് പോകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാലും ഞാനും കൂട്ടുകാരുമൊക്കെ അവിടെ ഇറങ്ങി. പാറകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് മുനിയറകൾ ഞങ്ങൾ അവിടെ കണ്ടു. മഴ പ്രകൃതിയുടെ സുന്ദരമായ മറ്റൊരു മുഖംമൂടി തന്നെ. ആ മനോഹരിത അവിടെ കൂടുതൽ ഭംഗിയിൽ മഴയിൽ കുതിർന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി യാത്ര തുടർന്നു. കുളിച്ച് ഫ്രഷായതുപോലെ 5 മണിയോടുകൂടി കൊടൈക്കനാൽ എത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാനെങ്കിലും അപ്പോൾ തന്നെ സമയം വളരെ അതിക്രമിച്ചിരുന്നു. 6 മണിയോടെ അന്ന് ഞങ്ങൾ പളനിയിലെത്തിയത്. അവിടെ നിന്ന് ചുരത്തിൻ്റെ ആദ്യം തന്നെ ഒരു ബ്ലോക്ക്. ഒരു ലോറി ബ്രേക്കായി കിടന്നു. ഏതാണ്ട് 1 മണിക്കൂർ അവിടെ പോയി. മഴ ഇടയ്ക്കിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. 8 മണിയോടുകൂടി ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത താമസ സ്ഥലം. അത്യാവശ്യം നല്ല സൗകര്യത്തോടുള്ള റൂമുകൾ. ക്ഷീണിച്ച മിന്നുവും പൊന്നുവും എത്തിയപാടെ കിടപ്പായി. പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നു. തലേ ദിവസത്തെ പ്ലാൻ പോലെ തന്നെ എല്ലാവരും തന്നെ 8 മണിയോടുകൂടി കുളിച്ച് റെഡിയായി. ഡിന്നർ ഹോട്ടലിൽ നിന്നും കഴിച്ചു. അവിടെ നിന്നും ഞങ്ങൾ ആദ്യം പോയത് കോക്ക് വാക്ക് വ്യൂ എന്ന സ്ഥലത്തേക്കാണ്. കൊടൈക്കനാലിൽ ഞാൻ എന്ത് കാണാൻ ആഗ്രഹിച്ചുവോ അത് അവിടെ കാണാൻ കഴിഞ്ഞു. മഞ്ഞിൻ്റെ ഭംഗി. അത് മേഘങ്ങളെപ്പോലെ മേഘമാണോ അതോ മഞ്ഞാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസം തന്നെ. എത്ര കണ്ടാലും മതി വരാത്ത ആ കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും പതിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും വിട പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ യാത്രയുടെ സുഖം സഫലീകരിച്ചതുപോലെ. അത്രയ്ക്ക് സുന്ദരമായിരുന്നു ആ കാഴ്ചകൾ. അവിടെ നിന്നും ഞങ്ങൾ പോയത് പില്ലർ റോക്സ് കാണാനാണ്. ദൂരെ നിന്നും കാണുന്ന ഒരു കൂറ്റൻ പാറ. കോടമഞ്ഞിൽ അത് കാണാൻ തന്നെ പ്രയാസം. ഈ കാഴ്ചയും മനോഹരം തന്നെ. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഞങ്ങൾ പോയി. സൂസൈഡ് പോയിൻ്റായിരുന്നു അടുത്ത ലക്ഷ്യം. എന്തായാലും അവിടെ പോയില്ല. ഗുണ ഗുഹ ആയിരുന്നു അടുത്ത ലക്ഷ്യം. ഗുഹയിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പരിസരമൊക്കെ എത്ര മനോഹരം. മതിയായില്ലെങ്കിലും ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. അപ്പർ തടാകം വ്യൂ ആയിരുന്നു അടുത്തത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെയില്ല. മുകളിൽ നിന്നും ദൂരെ കൊടൈക്കനാൽ തടാകം കാണാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. തടാകത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. ബോട്ടിംഗ് നടത്തണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതും നടന്നു. പിന്നീട് എല്ലാവരും അവിടെ ഇറങ്ങി ഷോപ്പിംഗ് തുടങ്ങി. ഉച്ചഭക്ഷണം കഴിഞ്ഞു ഞങ്ങൾ മറ്റൊരു യാത്രയ്ക്ക് വിരാമം കുറിച്ച് കൊടൈക്കനാൽ ചുരം ഇറങ്ങി. എല്ലാ യാത്രയിലെന്ന പോലെ ദൈവമേ നിനക്ക് സർവസ്തുതിയും. പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.